പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ സജീവിൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസ് നമ്മൾ കുടിച്ചു. അടിപൊളിയായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. എല്ലാവരും ഉണ്ടാക്കിയെന്നൊക്കെ വിചാരിക്കണം. സജീവൻ രണ്ടാമത്തെ ജ്യൂസായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതേ കയ്യിലേടാ. ഈ ജ്യൂസ് എന്താണെന്ന് മനസ്സിലാവില്ല, കുടിച്ചു കഴിയുമ്പോട്ടാ. കറ്റാർവാഴയില്ലേ, നമ്മുടെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു സാധനം, ഒരു മുള്ളു പോലുള്ള സാധനം, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. നമ്മളെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് കറ്റാർവാഴയില്ലേ, അത് എടുക്കാൻ പോകണം. അത് മുറിക്കാൻ പോകണം. കറ്റാർവാഴ കണ്ടുണ്ടാവും, മറ്റേ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം. ഇതിന് ഒരു മുള്ളു പോലുള്ള സാധനം, അലോe vera എന്ന് പറഞ്ഞു. അലോe vera, ഇതാണ് കറ്റാർവാഴ. ഇതിന്റെ എത്ര തണ്ട് വേണം? 2 തണ്ടാണ് ഇങ്ങനത്തെ മുറിക്കുന്നത്. നല്ല കനണ്ട ഈ സാധനം. ഒരു ജെല്ല് പോലെയാണ് ഇതിന്റെ. കണ്ട, ഇപ്പൊ വലിച്ചു തുടങ്ങും. ഇതിന് കഴുകാൻ പോണ്. ഈ 2 കഷ്ണം എടുത്തോണ്ട് കേട്ടാ. ഇത് കഴുകാൻ പോണ്. കഴുകുമ്പോ നോക്കി കഴുകണം. കൈ പൊളിയും. ഇത് ഒരു കണ്ട ഒരു മുള്ള് കണ്ട, അതിന് ഒരു ഭയങ്കര അപകടകാരിയായ മുള്ളാണിത്. മുതലേരെ വാല് പോലില്ല ഇങ്ങനെ. മുതലേരെ എന്തിന്റെ വാല് പോലെ നിൽക്കുക, മറ്റേ ഈ ദിനോസറിന്റെ. ഒരു കുത്തൊന്നുമില്ലല്ലേ ഇതിന്? കനപ്പുണ്ടല്ലേ? നല്ല കനപ്പ. പുതിനല്ല കേട്ടാ, പുതിനല്ല. സജീവാസായിട്ട് നല്ല വലിപ്പമുണ്ട്. വീട്ടിലുള്ളത് കൊണ്ടല്ലേ നമുക്ക് അതുപോലെ ജ്യൂസ് ഉണ്ടാക്കി വിടല്ലേ. എന്താ ഏറ്റവും നല്ല സാധനല്ലേ പുതിനല്ല പൊട്ടിച്ചിട്ട്. ഇതിന്റെ ജെല്ല് എടുത്തിട്ട് നമ്മൾ വെറുതെ മുഖത്ത് തയ്ക്കുക. എന്നിട്ട് കുറെ കഴിയുമ്പോൾ നമ്മളത് മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫേസ് പാക്ക് ഒന്നും ഒരു സാധനം വേണ്ട. അടിപൊളി സാധനമാണ് ഈ കറ്റാർവാഴ. ഇത് ഈ ഇതിന്റെ ജെല്ല് എടുക്കുന്നത് കാണിച്ചു തരാം. സിമ്പിളാണ്. അപ്പൊ കറ്റാർവാഴയും പുതിനയിലും പൊട്ടിച്ചു. പിന്നെ ഇത് നമ്മുടെ ഈ മാമ്പഴം, ഒരു തൊലികയപ്പൻ, അത് പുളിയൻ, അതൊരു 5 എത്ര എടുത്തോണ്ട്? 5 മാമ്പഴം അല്ല 5 മാങ്ങ എടുത്തോണ്ട്. പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ കുറച്ച് തേൻ. ഇതിന് എത്ര ടീസ്പൂൺ തേൻ വേണ്ടി വരും? മധുരത്തിന് 2-3 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് എടുത്തോണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ. പഞ്ചസാര കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല അല്ലേ? എന്താ പഞ്ചസാര ഉപയോഗിക്കാത്ത? ഇതാകുമ്പോ ആരോഗ്യത്തിന് നല്ലതാണ്, മറ്റാകുമ്പോ ഇത്തിരി വിഷം. ഇത് നല്ല തേനാണ്, എന്താ ഉറപ്പ്? അപ്പൊ ഇത് ഓർഗാനിക് ആണ് കേട്ടാ. അപ്പൊ നമ്മള് ഇനി ജ്യൂസിലേക്ക് കിടക്കണം. ഇനി എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് അതിന്റെ ജെല്ലെടുക്കാം. ഈ കറ്റാർവാഴ ജെല്ലെടുക്കാം. സജീവൻ ജെല്ലെടുക്കാൻ പോണട്ടോ. അതിന്റെ ആദ്യം കഷ്ണങ്ങളാക്കണം. ഇത് വേണ്ട അല്ല, അതെല്ലാം കൂടി ഒരുമിച്ച് പറ്റില്ല. സാധാരണ കറ്റാർവാഴ തലയിൽ തേക്കാനും മുഖത്ത് തേക്കാന്നൊക്കെ കേട്ടിട്ടുള്ളത്. ഒരു ബൗൾ ഇതിടാനാ. ജെല്ലെടുക്കണം. ജെല്ല് വടിച്ചെടുക്കണം. പിന്നെ തോല്, ഈ തോല് നമുക്ക് ആവശ്യമില്ല. സാധാരണ കറ്റാർവാഴ നമ്മള് മുഖത്ത് തേക്കാനും തലയിൽ തേക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടത് പാപ്പ കണ്ടുപിടിച്ചു. അല്ല, ഇത് ഉത്തരേന്ത്യയിലെ ആളുകൾ ഉപയോഗിക്കും. കഴിക്കോ? ജ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. ജെല്ല പാത്രത്തിൽ ശരിക്കും ഇതിന്റെ ടേസ്റ്റ് ഇത് കറ്റാർവാഴ മാത്രം കഴിക്കുകയാണെങ്കിൽ, ജെല്ല് മാത്രം കഴിക്കുകയാണെങ്കിൽ കയ്പ്പ് കിട്ടാ. ഈ തൊലിയൊന്നും വേണ്ട നമുക്ക് കേട്ടാ. ഇങ്ങനത്തെ തൊലി ഇതിൽ പെട്ടിട്ടുണ്ട്, അത് വേണ്ട. ഉള്ളിലത്തെ ജെല്ല് മാത്രം മതിട്ടാ. ചെറിയ ഒരു പൊടി പെട്ടോണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് ഇതിലൊരു പണി.
കറ്റാർവാഴ കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പല്ലേ? അത് ഭയങ്കര സുഖമാണ്. കുറച്ച് വെയിലുള്ളടത്ത് നല്ല വെയിലായി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കണല്ലോ. വെയിൽ കുറഞ്ഞ് മീഡിയം വെയിൽ, പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട. വെറുതെ ദിവസം നനച്ചു കൊടുക്കാം. വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല. വെള്ളം വേണം. അതുമാതിരി ഇടയ്ക്ക് ചാണപ്പൊടി ഇട്ടിട്ട് കടക്കിട്ട് ഇടയ്ക്ക് കൊടുത്താൽ മതി. അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയില്ല, ഇഷ്ടംപോലെ തന്നെ പൊട്ടിമുളച്ച് തരുന്നു. നമ്മളൊന്നും ഇതായാലും വെറുതെ നനച്ചു കൊടുക്കല, ഇടയ്ക്ക് ചാണപ്പൊടി. കറ്റാർവാഴയുടെ ജെല്ല് മുഴുവൻ വരണ്ടി എടുത്തിട്ട് കംപ്ലീറ്റ്. ഇതിന്റെ ഈ തോലുകള് പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു കേട്ടാ ബ്യൂട്ടീഷ്യന്മാർ കണ്ടാണെങ്കിൽ അവർ പറയും ഇവർക്ക് പ്രാന്താന്ന് മോദിക്കുന്ന സാധനം പറഞ്ഞിട്ട്. കാരണം അവരുടെ മെയിൻ സാധന ഈ കറ്റാർവാഴ. ഇതിന് തോല് ഇതൊന്നും നമുക്ക് വേണ്ട, ഇത് കളയാൻ പോകണം കേട്ടാ. നമ്മൾ ഈ അറിയത്തിൽ നിന്നിട്ടാണ് ജ്യൂസ് കഴിക്കുന്നത് കേട്ടാ. അപ്പൊ ആദ്യം ചെയ്യാൻ പോണത് ഒരു സാധനം ഒരു സ്വല്പം വെള്ളം കൂടി വേണമെന്നിരിക്കും. അപ്പൊ വെള്ളം എടുത്തിട്ട് വരും. നമ്മള് ഇത് ജ്യൂസ് അടിക്കണം കേട്ടോ. പകുതി ഇട്ടിട്ട് ആദ്യം അടിക്കണം. പകുതി മാത്രമേ ഇത് കൊള്ളുള്ളൂ. സ്വല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടാ, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയാവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നോക്കിയേ, ഈ കറ്റാർവാഴ ജെല്ലില്ലേ, ഇതിലേക്ക് കറ്റാർവാഴ ജെല്ല് പകുതി ഈ പാത്രത്തിലേക്ക് ഇടണം. പിന്നെ പുതിനല കൈയോടെ ഉണ്ടാ, പുതിനല കേട്ടാ, കഴുകിയിട്ടുള്ള പുതിനല പകുതി. പുതിനല കണ്ടവാനിട്ടാലും കുഴപ്പമൊന്നുമില്ല. പുതിനല കൂടുതൽ വേണമെന്ന്. ഇനി ചെറുനാരങ്ങ നീര് കത്തി കുടിക്കും. ഇതിലേക്ക് ചെറുനാരങ്ങ ഒരെണ്ണം പിഴിയുന്നു. ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് പിന്നെ ഐസിന്റെ കുറച്ച് കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട് തണവിന് വേണ്ടിയിട്ടാണ്. അത് ഒരു ഭയങ്കര കട്ടിൻ്റെ 5-6 കഷ്ണം കേട്ടാ. പിന്നെ തേൻ ഒഴിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതിയാ നിറച്ച്. ഒരു ടീസ്പൂൺ തേൻ കൂടി ഒഴിച്ചോ. ഇതിന് പുളിയോട് കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ്. ഒരു ടീസ്പൂണേക്കാൾ ഒരു 1.25 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഫസ്റ്റത്തെ ജ്യൂസ് അടിച്ചത് ഒഴിക്കണം. അടുത്ത സ്റ്റെപ്പ് കഴിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആദ്യം മാമ്പഴം മാത്രം അടിക്കുക അല്ലേ? അല്ലെങ്കിൽ ആവില്ലേ? വെള്ളം ഒഴിക്കില്ല. ഇത് രണ്ടാമത്തെ അടിച്ചത് കണ്ട് ഒഴിക്കണം. ഈ ജ്യൂസ് ആയിരിക്കില്ല കേട്ടാ, ഇങ്ങനെ തന്നെയാണ് കുടിക്കുക. ജ്യൂസ് അടിച്ചു കൊണ്ടു ഇത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാൻ കേട്ടാ. നല്ല കട്ടിയാണ് ജ്യൂസ്. കൃത്യം. എന്തായാലും ഈ ലോക്ക്ഡൗൺ വന്ന് നന്നായി. കുറെ പേരുടെ ഉള്ളിലത്തെ കലാവാസനകളും ഒക്കെ പുറത്തു വന്നു. നമ്മുടെ 4 ജ്യൂസ്
ഒരു ജ്യൂസ് 4 ഗ്ലാസ്സിലാക്കിയിട്ടുള്ള ജ്യൂസ് റെഡി. ഞങ്ങൾ കഴിച്ചു നോക്കണ് ഉണ്ടെന്ന് അറിയണല്ലോ നമുക്ക്. ഞാൻ ആദ്യം കഴിക്കണേ. ജഗ്ഗൊക്കെ അവിടെ കളിക്കുക, പിള്ളേരെ കളിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. എല്ലാവരും അവിടെ കളിക്കുന്നുണ്ട്. ഒരു ചെറിയ പുളിപ്പ് നിറഞ്ഞ നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇത് കഴിക്കുമ്പോ ഇതില് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മനസ്സിലാവില്ല. എല്ലാത്തിലും കൂടി ഇട്ടുള്ളൊരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ്. മാമ്പഴത്തിന്റെ മണ അങ്ങനെ ഒന്നും അറിയണില്ല, ഒന്നിന്റെ അറിയണില്ല. കറ്റാർവാഴക്ക് തന്നെ കയ്പാണെന്നാ പറയണത്. അത് തീരൂല്ല, കയ്പ് തീരില്ല. എനിക്ക് ബാക്കിൽ കുടിക്കാൻ നല്ല രസല്ലേ? നല്ല രസമുണ്ട്. പാപ്പന്റെ കണ്ടുപിടുത്തം മോശമായില്ല. ഇനി ഇതുപോലത്തെ പ്രതീക്ഷിക്കാട്ടാ. ജ്യൂസ് മാത്രമാക്കണ്ടാത്ത പാപ്പാ, എല്ലാ സാധനങ്ങളും വീട്ടിലിരുന്ന് നമുക്കൊക്കെ ചെയ്യാവുന്ന സാധനമാണ്. നല്ല രസം. അടിപൊളി. അപ്പൊ നമ്മളിനി കൂടുതലൊന്നും പറയണില്ല. ജഗുനോടൊക്കാം പകുതി. രാഗിനെ ഞാൻ വിളിച്ചത്, അവള് വരുന്നില്ല. അപ്പൊ ജ്യൂസ് കണ്ടില്ലേ? അമ്മ അവിടെ ഇരിക്കേണ്ട, അമ്മയ്ക്ക് കൊടുക്കാം. പിന്നെ അതേ അവിടെ എവിടെയൊക്കെ ചേട്ടന്മാരൊക്കെ എല്ലാവർക്കും കൊടുക്കാം. പാപ്പ കഴിക്കില്ലേ? ഞാൻ കഴിച്ചതല്ല. അപ്പൊ ഇനി കൂടുതലൊന്നും പറയണില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. അഭിപ്രായം പറയും. സൂപ്പർ.